വെൽക്കം ടു ഓൾ. ഞാൻ അഭിലാഷ് ടി നായർ. എല്ലാവർക്കും എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th പാർട്ട് 2-നകത്തുള്ള ഫസ്റ്റ് ചാപ്റ്ററായ ആസിഡ്സ്, ബേസിസ്, സോൾട്സിനകത്തുള്ള റിമൈനിങ് പോർഷൻസാണ്. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ, ഇതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ കുറിച്ചാണ്. നിർവീര്യകരണ പ്രവർത്തനം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ബ്യൂററ്റ് ഉണ്ട്. ബ്യൂററ്റിനകത്ത് 50 ml ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കും. 50 ml ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് is taken in a burette. Then 20 ml of dilute sodium hydroxide solution is taken in a conical flask and it is arranged like this. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പിപ്പറ്റ് ഉപയോഗിച്ച് 20 ml നേർപ്പിച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എടുക്കുന്നു. ആൻഡ് ആഡ് എ ഡ്രോപ്പ് ഓഫ് ഫിനോഫ്തലിൻ ടു ഇറ്റ്. ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫിനോഫ്തലിൻ ചേർത്ത സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ വെൻ യു ആഡ് ഫിനോഫ്തലിൻ ടു ദി സൊല്യൂഷൻ ഇറ്റ് ബിക്കംസ് പിങ്ക് ഇൻ കളർ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഫിനോഫ്തലിൻ ചേർക്കുമ്പോൾ ഇതിൻ്റെ നിറം എന്തായിട്ട് മാറും? പിങ്ക് ആയിട്ട് മാറും. ബിക്കോസ് ഇറ്റ് ഈസ് ബേസിക് സൊല്യൂഷൻ, ഒരു ബേസിക് പദാർത്ഥമായതുകൊണ്ട് ഇതിൻ്റെ കളർ എന്തായിട്ട് മാറിക്കോളും? പിങ്ക് ആയിട്ട് മാറും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂസിങ് ദിസ് ബ്യൂറേറ്റ്, നമ്മൾ ഈ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ബ്യൂററ്റ് യൂസ് ചെയ്തുകൊണ്ട് കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യും. ആൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ആഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് യൂസിങ് ദിസ് ബ്യൂററ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഈ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈ കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്യും. അങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആസിഡ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. യു ക്യാൻ സീ ദ പിങ്ക് കളർ ഓഫ് ദി സൊല്യൂഷൻ സ്റ്റാർട്ട് ടു ഫെയ്ഡ്. ഓക്കെ, ആ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ആ പിങ്ക് നിറം ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് വീഴ്ത്തുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ, ഇതിൻ്റെ ആ പിങ്ക് നിറം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അപ്രത്യക്ഷമായിക്കൊണ്ട് ഫെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞു വരും. ഓക്കെ, അവസാനം ഒരു ഡ്രോപ്പ് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിങ്ക് കളർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരു ഡ്രോപ്പ് ആസിഡ് കൂടി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പിങ്ക് കളർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം, ബ്യൂററ്റ് യൂസ് ചെയ്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് കോണിക്കൽ ഫ്ലാസ്കിനകത്തേക്കുള്ള ആൽക്കലിയിലോട്ട് അല്ലെങ്കിൽ ബേസിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ the pink color of the solution starts to fade. At last, at a point, the color of the solution completely disappears. The pink color of the solution completely disappears. Okay, നമ്മൾ 20 ml സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ എടുത്തത്. ആ 20 ml സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ആസിഡ് ആഡ് ചെയ്തു. ആസിഡ് ആഡ് ചെയ്തപ്പോൾ ഏകദേശം 20 ml ആയപ്പോഴാണ് എന്ത് ചെയ്തത്? ഇത് കംപ്ലീറ്റ് ആയിട്ട് കളറങ്ങ് ഡിസപ്പിയർ ചെയ്ത് പോയത്. അപ്പോൾ അങ്ങനെ ഡിസപ്പിയർ ചെയ്തതെന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. കംപ്ലീറ്റ് ആയിട്ട് കളറങ്ങ് ഡിസപ്പിയർ ചെയ്തു. ഈ കിട്ടിയ സൊല്യൂഷൻ, അതായത് ഈ കളർ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്ത് കിട്ടിയ സൊല്യൂഷനിലോട്ട് ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടു ഇറ്റ്. ഇതിനകത്തേക്ക് നമ്മൾ വീണ്ടും കുറച്ച് 1-2 തുള്ളി സോഡിയം ഹൈഡ്രോക്സൈഡ് ലൈനി ആഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇറ്റ്സ് പിങ്ക് കളർ റീജനറേറ്റ്. ആ പിങ്ക് കളർ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് പിങ്ക് കളർ വീണ്ടും ഉണ്ടാകുന്ന വെച്ചാൽ ദ സൊല്യൂഷൻ ബിക്കംസ് ആൽക്കലൈൻ നേച്ചർ, ബേസിക് നേച്ചർ ആയിട്ട് മാറുന്നതെന്ന് കാണാൻ പറ്റുന്നത്. എഗെയിൻ ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, എഗെയിൻ ഇറ്റ്സ് കളർ ഡിസപ്പിയേഴ്സ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ നിറം പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ അപ്രത്യക്ഷമാകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ബിക്കംസ് എ ന്യൂ വൺ, പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ ആസിഡ് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യാണ്. 20 ml ആൽക്കലി എടുത്തിട്ടുണ്ട്, അതിനെ നമ്മൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ ഏകദേശം 20 ml തന്നെ ആയപ്പോൾ 20 ml ആസിഡ് തന്നെ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ നിറം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എന്ത് ചെയ്തു? ഡിസപ്പിയർ ചെയ്തു. അങ്ങനെ ഒരു ആസിഡ് ആൽക്കലിയുമായിട്ട് പ്രവർത്തിച്ച് ആസിഡിൻ്റെയും ആൽക്കലിയുടെയും സ്വഭാവങ്ങൾ നള്ളിഫൈ ചെയ്യുന്നു, ഇല്ലാതാകുന്ന റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ നിർവീര്യകരണ പ്രവർത്തനം. ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവീര്യകരണ പ്രവർത്തനം എന്ന് വിളിക്കുന്നത്. ഒരു ആസിഡ് ആൽക്കലിയുമായിട്ട് പ്രവർത്തിച്ച് ന്യൂട്രലായിട്ട് മാറുന്നു. നള്ളിഫൈ ദ ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് ദി ആസിഡ്സ് ആൻഡ് ആൽക്കലി. ആസിഡിൻ്റെ ആൽക്കലിയുടെ സ്വഭാവങ്ങൾ നള്ളിഫൈ ചെയ്തു പോകുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. വെൻ ആൻ ആസിഡ് കമ്പൈൻസ് വിത്ത് ആൻ ആൽക്കലി ടു ഫോം
എ ന്യൂട്രൽ സബ്സ്റ്റൻസ്, ഒരു ന്യൂട്രൽ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു. ഈ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് എന്താ? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ നിർവീര്യകരണ പ്രവർത്തനം എന്ന് വിളിക്കുന്നത്. ഒരു ആസിഡ് ആൽക്കലിയുമായി ചേർന്ന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവങ്ങളില്ലാത്ത പുതിയൊരു പദാർത്ഥമായിട്ട് മാറുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ നിർവീര്യകരണ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ആൽക്കലി ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സോഡിയം ക്ലോറൈഡും അതുപോലെ വാട്ടറുമായിട്ട് മാറും. അതായത് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവങ്ങൾ കാണിക്കാത്ത പുതിയൊരു പദാർത്ഥമായിട്ട് മാറും. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇനി നമ്മൾ എടുക്കുന്ന ആസിഡ് ഒരു കോൺസെൻട്രേറ്റഡ് ആസിഡാണ് എടുക്കുന്നത്. അതായത് കുറച്ചുകൂടെ ഇപ്പം നമ്മൾ ആദ്യം എടുത്തത് രണ്ടും ഒരേ മോളാർ കോൺസെൻട്രേഷനുള്ള ആസിഡും ആൽക്കലിയാണ് എടുത്തത്. ഇനി നമ്മൾ എടുക്കുന്നത് കോൺസെൻട്രേറ്റഡ് ആസിഡും ഡൈല്യൂട്ട് ആൽക്കലിയുമാണെന്ന് ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു 20 ml ആൽക്കലിയെ ന്യൂട്രലൈസ് ചെയ്യാൻ 20 ml ആസിഡ് തന്നെ വേണ്ടി വന്നു. എന്നാൽ ഇഫ് യു ആർ ടേക്കിംഗ് കോൺസെൻട്രേറ്റഡ് ആസിഡ്, നമ്മൾ എടുക്കുന്നത് കോൺസെൻട്രേറ്റഡ് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ 20 ml തന്നെ വേണ്ടി വരത്തില്ല. ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ആസിഡിൻ്റെ അളവിൽ എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാകും. Anyway, neutralization reaction means when an acid combines with an alkali to form a neutral substance or nullify the characters of both the acids and alkali. ആസിഡിന്റെ ആൽക്കലിയുടെ സ്വഭാവങ്ങൾ പരസ്പരം ഇല്ലാതാകുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? നിർവീര്യകരണ പ്രവർത്തനം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സോ വി നോ ദാറ്റ് നമ്മൾ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസിഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്. ഏതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എന്ന് പറയുന്നത്. ഡൈജഷനെ സഹായിക്കുന്ന ആസിഡാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റി എന്ന് പറയുന്നൊരു അസ്വസ്ഥത ഉണ്ടാകും, അസിഡിറ്റി ഉണ്ടാകും. ഓക്കെ, സ്റ്റൊമക്കിൽ സിവിയറായിട്ട് പെയിനും മറ്റുമൊക്കെ അനുഭവപ്പെടും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് അസിഡിറ്റി ഉണ്ടാകും. ഈ അസിഡിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അസിഡിറ്റി റെഡ്യൂസ് ചെയ്യാൻ വി യൂസ് മെഡിസിൻസ്. Okay, that medicines are commonly called antacids. Okay, antacids are medicines which are used to reduce the acidity. Acidity reduce ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിനുകൾ വിളിക്കുന്ന പേരാണ് ആൻറ്റാസിഡ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ നമുക്ക് സ്റ്റൊമക്കിനകത്ത് സിവിയറായിട്ട് പെയിൻ ഉണ്ടാകാം. ഇറ്റ് വിൽ കോസസ് പെപ്റ്റിക് അൾസറിന് കാരണമാകാം, അതുപോലെ ക്യാൻസറിന് വരെ ഇത് കാരണമാകാം. അപ്പോൾ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസിനെ പറയുന്ന പേരാണ് ആൻറ്റാസിഡ്സ് എന്ന് പറയുന്നത്. ആൻറ്റാസിഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വീക്ക് ബേസുകളാണ് എന്ന് പറയുന്നത്. ആൻറ്റാസിഡ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റോ മെഗ്നീഷ്യം കാർബണേറ്റോ പോലുള്ള വീക്ക് ബേസുകളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. കാൽസ്യം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അതുപോലെ സോഡിയം ബൈകാർബണേറ്റ് പോലുള്ള വീക്ക് ബേസുകളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ആൻറ്റാസിഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ആസിഡ്സുമായിട്ട് ഈ വീക്ക് ബേസുകൾ പ്രവർത്തിച്ച് അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുക? നടക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആൻറ്റാസിഡ്സ് എന്ന് പറയുന്നത് മെഡിസിൻസ് എന്ന് പറയുന്നത് എന്താണ്? വീക്ക് ബേസുകളാണ്. ഈ വീക്ക് ബേസസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാം അറിയാം, നമ്മൾ ഫാമിംഗ് ചെയ്യുമ്പോൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ലേക്കർ ലൈം യൂസ് ചെയ്യാറുണ്ട്. സ്ലേക്കർ ലൈം നമ്മൾ എന്ത് ചെയ്യും? സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. നമ്മൾ ഫാമിംഗ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സോയിലോട്ട് ആസിഡിക് സോയിലാണെന്നുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ലേക്കർ ലൈം സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ സോയിലിൻ്റെ അസിഡിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സോയിലിൻ്റെ അസിഡിറ്റി എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അസിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മുടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ പല സാഹചര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 2 എക്സാമ്പിൾസ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് pH വാല്യൂവിനെ കുറിച്ചാണ്. pH value means it is actually the scientific method used to determine the acidic or alkaline nature of a substance. ഓക്കെ, ഒരു പദാർത്ഥത്തിൻ്റെ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് എന്ന് പറയുന്നത് pH വാല്യൂ എന്ന് പറയുന്നത്. ഈ pH വാല്യൂ കണ്ടെത്താനായിട്ട് സൊറൻസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ സ്കെയിൽ കോൾഡ് pH സ്കെയിൽ. സൊറൻസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കെയിലാണ് എന്ന് പറയുന്നത് pH scale എന്ന് പറയുന്നത്. For determining the pH value of acid or alkali, we use a scale called pH scale and it was introduced by Sorensen. Sorensen എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഈ pH scale ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Okay, the pH value that ranges 1 to 14, 1 മുതൽ 14 വരെയുള്ള pH values ആണ് ഉള്ളത്.
ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് നമ്മളൊരു സബ്സ്റ്റൻസിൻ്റെ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവം ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വാല്യൂ ആണ് എന്ന് പറയുന്നത് പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. സയൻറ്റിഫിക് മെത്തേഡാണ് എന്ന് പറയുന്നത് പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. പി എച്ച് വാല്യൂ മനസ്സിലാക്കാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കെയിലാണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സോറൻസൺ. ഓക്കെ, ദ പി എച്ച് വാല്യൂ ദാറ്റ് റേഞ്ചസ് ഫ്രം 1 to 14, 1 മുതൽ 14 വരെയുള്ള പി എച്ച് വാല്യൂസ് ആണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സബ്സ്റ്റൻസിൻ്റെ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി 7, നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 7 ആണെന്നുണ്ടെങ്കിൽ it will be a neutral substance. Okay, neutral substanceനെ സംബന്ധിച്ച് ന്യൂട്രൽ സബ്സ്റ്റൻസുകളാണെങ്കിൽ അതിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 ആയിരിക്കും. ന്യൂട്രൽ സബ്സ്റ്റൻസുകൾ വാട്ടർ പോലെയുള്ള ന്യൂട്രൽ സബ്സ്റ്റൻസിനെ സംബന്ധിച്ച് അതിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 ആയിരിക്കും. ഇത് പി എച്ച് വാല്യൂ ഇസ് ലെസ് ദാൻ 7, നമ്മൾ കണ്ടെത്തുന്ന ഒരു സബ്സ്റ്റൻസ് എടുത്ത് അതിൻ്റെ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 7, 7 കുറവാണെങ്കിൽ ദാറ്റ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ 7 കുറവാണെങ്കിൽ ലെസ് ദാൻ 7 ആണെങ്കിൽ അസിഡിക് ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 7 ദ സബ്സ്റ്റൻസ് ഈസ് ബേസിക് ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, പി എച്ച് വാല്യൂ 7 കുറവാണെങ്കിൽ അത് അസിഡിക് സബ്സ്റ്റൻസും 7 കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? ബേസിക് സബ്സ്റ്റൻസും ആയിരിക്കും. അപ്പോൾ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിൻ്റെ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവം ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സയൻറ്റിഫിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. അതിനായിട്ട് സ്കെയിൽ രൂപീകരിച്ചു. പി എച്ച് സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താരാണ്? സോറൻസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ദ വാല്യൂ റേഞ്ചസ് ഫ്രം 1 to 14. ദ വാല്യൂ ഓഫ് പി എച്ച് വാല്യൂ 7, ദ സബ്സ്റ്റൻസ് ഈസ് ന്യൂട്രൽ നേച്ചർ, ന്യൂട്രൽ സബ്സ്റ്റൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 7 ദ സബ്സ്റ്റൻസ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 7 ദ സബ്സ്റ്റൻസ് ഈസ് ബേസിക് ഇൻ നേച്ചർ. As the pH value decreases, the acidity of the substance increases. pH value കുറയുന്നതിനനുസരിച്ച് 7 കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ അസിഡിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ പി എച്ച് വാല്യൂ കണ്ടെത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പലതരത്തിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാം. പി എച്ച് മീറ്റർ യൂസ് ചെയ്യാം, പി എച്ച് സൊല്യൂഷൻ യൂസ് ചെയ്യാം, അതുപോലെ പി എച്ച് പേപ്പർ യൂസ് ചെയ്യാം. നമ്മൾ ലിറ്റ്മസ് പേപ്പറൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലുള്ളൊരു പേപ്പറാണ് പി എച്ച് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നിട്ടുണ്ട്. ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പി എച്ച് വാല്യൂ കണ്ടെത്താനായിട്ട് ഒരു പി എച്ച് പേപ്പർ നമ്മൾ അതിനകത്തേക്ക് ഡിപ്പ് ചെയ്യുന്നു. അതായത് ഒരു സൊല്യൂഷൻ്റെ പി എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നിട്ട് അതിൻ്റെ പി എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പി എച്ച് പേപ്പർ നമ്മൾ ഈ സൊല്യൂഷനിലോട്ട് ഡിപ്പ് ചെയ്യും. അപ്പോൾ അതിലൊരു കളർ ചേഞ്ച് ഉണ്ടാകും. ആ കളർ ചേഞ്ചും ഈ പി എച്ച് പേപ്പറിനകത്തൊരു കളർ ചാർട്ട് ഉണ്ടാകും. ആ കളർ ചാർട്ടിലുള്ള കളറുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുന്നു. താരതമ്യം ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പി എച്ച് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ന്യൂട്രൽ സബ്സ്റ്റൻസസ്, ഇഫ് യു ആർ യൂസിങ് എ പി എച്ച് പേപ്പർ ദർ ഇസ് നോ കളർ ചേഞ്ച്, സോ ദ സബ്സ്റ്റൻസ് ഈസ് ന്യൂട്രൽ ഇൻ നേച്ചർ. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ നോക്കുന്നു. ആ കളർ ചേഞ്ച് ഒന്നും തരുന്നില്ലെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിറമൊന്നും മാറുന്നില്ലെങ്കിൽ ആ കളറിന് നേരെയുള്ള വാല്യൂ 7 ആയിരിക്കും. 7 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ സബ്സ്റ്റൻസ് ന്യൂട്രൽ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ ഒരു ആസിഡ് സബ്സ്റ്റൻസിലോട്ട് ഡിപ്പ് ചെയ്യുന്നു, നമുക്ക് റെഡ് എന്നുള്ളൊരു കളർ കിട്ടി. ആ കളറും ആ കളർ ചാർട്ടിലുള്ള കളറുമായിട്ട് താരതമ്യം, നമുക്ക് കിട്ടിയ നിറവും കളർ ചാർട്ടിലുള്ള കളറുമായിട്ട് താരതമ്യം ചെയ്യുന്നു. താരതമ്യം ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നോക്കുന്നു. ഇഫ് ദ വാല്യൂ ഈസ് 1 ദ സബ്സ്റ്റൻസ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. നമുക്ക് കിട്ടിയ സബ്സ്റ്റൻസ് എന്തായിരിക്കും? അസിഡിക് നേച്ചർ ആണെന്ന് പറയാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് സബ്സ്റ്റൻസിൻ്റെ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പി എച്ച് സൊല്യൂഷൻ അല്ലെങ്കിൽ പി എച്ച് പേപ്പർ അല്ലെങ്കിൽ പി എച്ച് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവം അല്ലെങ്കിൽ പി എച്ച് വാല്യൂ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. പി എച്ച് വാല്യൂയുടെ പ്രാധാന്യം മനസ്സിലായല്ലോ. നമ്മൾ സാധാരണ ഇത് ചെയ്യാറുണ്ട്. നമ്മൾ സോയിലിൻ്റെ മറ്റൊക്കെ പി എച്ച് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ വാട്ടറിൻ്റെ, നമ്മൾ മീനൊക്കെ ഫിഷൊക്കെ വളർത്തുന്ന സമയത്ത് നമ്മൾ ഫിഷ് ടാങ്കിനകത്തുള്ള വാട്ടറിൻ്റെ പി എച്ച് ലെവൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചെക്ക് ചെയ്യാറുണ്ട്. അതായത് അതിൻ്റെ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആ പി എച്ച് വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ചത് ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു, ആൻറ്റാസിഡ്സിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? പി എച്ച് പേപ്പറിനെ കുറിച്ച് അല്ലെങ്കിൽ പി എച്ച് വാല്യൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. റിമൈനിങ് പോർഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്.